ആഫ്റ്റർ എ ലോങ് ടൈം ഗേൾസ് ഞങ്ങൾ കണ്ടുമുട്ടി. നമുക്ക് അന്നേ നമ്മൾക്ക് സെറ്റാവാം പോട്ടെ, ഇനി സമയമുണ്ടല്ലോ. ഓക്കെ, അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RJ വിൻസിയുടെ ബ്ലോഗിൽ എത്താനാണ്. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എന്ത് വെച്ചാൽ ചെയ്യുന്നത്. എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ബ്ലേസർ, ഒരു ഇൻഡോ വെസ്റ്റേൺ സംഭവം. പേര് റിവീൽ ചെയ്യുന്ന ഫംഗ്ഷനാണ്, ഇവന്റ് ആണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. അടുത്ത പ്രാവശ്യത്തെ ബിഗ് ബോസ് 8 എന്നെ നിങ്ങൾ ക്ഷണിക്കണം. നിങ്ങൾ എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. മിണ്ടാണ്ടിരിക്കടാ, ഞാൻ വീഡിയോ എടുക്കട്ടെ. ഗൈസ്, ഡോക്ടർ പിന്നെ മേക്കപ്പ് ഇട്ടാത്ത കാരണം ഒന്നും മിണ്ടത്തിലായിരിക്കില്ലേ. ഞങ്ങള് ബഹളം ഉണ്ടാക്കാൻ വേണ്ടി വന്നവരാ. ഹലോ ഗൈസ്, ദിസ് ഈസ് RJ ബിൻസീസ് വ്ലോഗ്. ഓക്കെ, ഹലോ മിസ്റ്റർ മുബ്ലിൻ, ഹായ് പറ. എന്തുണ്ട് വിശേഷം? ഞാൻ പറയാം, ബിന്നിനെക്കാട്ടി കൂടുതൽ ഞാൻ മെസ്സേജ് അയക്കുന്നു. ശൈത്യ പറ, വിശേഷം പറ. സുഖാണോ? ഇതിന് മാത്രം പൊതിച്ചോറ് ഇല്ല, സമ്മതിക്കത്തില്ല. ഞങ്ങള് ഷെയർ ചെയ്ത് കഴിച്ചോളാം. അപ്പൊ ഞാനും ബിൻസിയും കൈയിട്ട് വാരി കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഉറപ്പായിട്ടും വരൂ, നമുക്ക് പൊതിച്ചോറ് നിലത്തിരുന്ന് കുത്തിയിരുന്ന് തറയായി കഴിക്കാം. വരൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങക്ക് നാണമില്ലടാ, ഞങ്ങക്ക് പണ്ടേ നാണമില്ല. ഒരാൾ ഇവിടെ ബ്ലോഗ് ചെയ്യുന്നു, ഒരാൾ ഇവിടെ ബ്ലോഗ് ചെയ്യുന്നു. പക്ഷെ ഇതൊന്നും അറിയാതെ കഴിക്കുന്ന ആളെ സമ്മതിക്കണം. ചേച്ചി തക്കാളി ശാരിക, അയ്യോ നല്ല തക്കാളി പോലെ ഇരിക്കുന്നുണ്ട് ഫേസ്. ഒരു സാധാരണക്കാരനെ പോലെ തക്കാളി ശാരികയുടെ കയ്യിൽ നിന്ന് വാ തുറന്ന് ഫുഡ് കഴിക്കാൻ ഒരു മാറ്റവും ഇല്ല. അല്ല, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഫുഡ് നിർത്തി, ഇനി നെയ്വർ എന്നെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ചെയ്യുവാണോ എന്തെങ്കിലും? സോ ഗൈസ്, ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തൊരു വെൽക്കം സാധനമാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാൻ എനിക്ക് അറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഞാൻ പറയും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് അതും ഞാൻ പറയും. ആരും ഇതൊന്നും ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഇതാണ് നമ്മൾ എടുക്കാൻ പോണ സാരി, അതിന്റെ ഓർണമെന്റ്സ്. ഫസ്റ്റ് നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഗൈസ്, ഇതാണ് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫ്രം ഇടുക്കി. പറയൂ, പേര് പറയൂ. വിനീത ഹണീസ്. വിനീത ശരിക്കും ഉണ്ടല്ലോ, എന്റെ റീൽ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ വിനീതയാണ് ഏറ്റവും കൂടുതൽ ഡാൻസ് കളിക്കുന്നത്. അതെ, ചില്ലാണ്. ഞങ്ങൾ ചില്ല് ചെയ്താണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോണേ. ഒരാൾ സാരി എടുത്തോണ്ടിരിക്കുകയാണ്. ആളുടെ വീഡിയോ നമ്മൾ കാണിക്കുന്നില്ല. ഞങ്ങൾ എല്ലാരും കൂടി ഇന്ന് റൂം ഫുൾ അലങ്കോലമാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളുണ്ട് വാഷ്റൂമിലാണ്. അയാളെ നമ്മൾ തന്നെ ഒരുക്കുന്നത്. പരിപാടി 5 മണിക്കാണ്, പക്ഷെ ഷൂട്ടാണ്. ഓക്കെ, എല്ലാരെയും നമ്മൾ പെട്ടെന്ന് മിന്നൽ പോലെ സെറ്റ് ആക്കി തരും. ലെൻസ് വെക്കാൻ പോകും. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ലുക്ക്. മേക്കപ്പ് ചെയ്തിട്ട് കാണാം അല്ലേ? ബാക്കി ലെൻസ് വെക്കാം. ഓക്കെ, അങ്ങനെ ചിരിയും കളിയെല്ലാമായിട്ട് മേക്കപ്പ് കഴിഞ്ഞതേ അറിഞ്ഞില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എൻ്റെ ഈ മുഖത്ത് മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇത്രയും വൈബുള്ള ഒരു ടീംസിനെ കാണുന്നത്. എങ്ങനെയാന്ന്? ഇങ്ങനെ നടക്കാം, ഇവിടെ മടുക്കുമ്പോ ഇങ്ങനെ നടക്കാം. ഇത് നമ്മുടെ നെവിന്റെ ചങ്ക് KP ആണ് കേട്ടോ. ഒരുപാട് കേട്ടിരിക്കണു KPനെ കുറിച്ച്. ഇത് നമ്മളെ പാതി മേക്കപ്പ് ചെയ്തിട്ട് ബാക്കി മേക്കപ്പ് ചെയ്യുന്ന ആളാ പ്രിയ. എല്ലാരും വരാ, ഇടുക്കിയില് വരാണെങ്കിൽ ഇവിടെ തന്നെ വരണം. അയ്യോ സത്യം കേട്ടോ, നമ്മുടെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പോഴാണ് കണ്ടത്. ഞാൻ ഞെട്ടി. ഞാനും ഞെട്ടി. എന്താണ്? ഹണീസ് ബ്രൈഡൽ സ്റ്റുഡിയോ. എന്തായാലും ഇടുക്കി പോകുമ്പോ ഇവിടെ പോകാണ്ട് ഞാൻ തിരിച്ചു വരത്തില്ല കേട്ടോ. കാരണം പേജ് കണ്ടിട്ടുണ്ടല്ലോ, ഭയങ്കര വൈബ്, പോസിറ്റിവിറ്റി, അതുപോലെ തന്നെ നല്ല വർക്ക്. ഇവര് ഫോട്ടോ എടുത്തു കൊടുക്കും. ഹസ്ബൻഡ് ഫോട്ടോഗ്രാഫർ ആണ്. ഇത് വേണം, എല്ലാം ഉള്ളൊരു ഫാമിലി. നമുക്ക് ചെയ്യാം. എന്താ വെക്കാൻ പോണേ ഇപ്പം? ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ കൂടെ ഒരുങ്ങിയിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ. KP എടാ, കൃഷ്ണപ്രിയാണ്. എല്ലാരും ഹായ് പറ. നിങ്ങളൊക്കെ ഇൻവെർട്ടേഴ്സ് ആണോ? അല്ലല്ലോ. ആണോ? എന്താ ബ്രോ മാറിയിരിക്കുന്നേ? വാ, ഇങ്ങോട്ട് വാ, നമുക്ക് ഷൂട്ട് തുടങ്ങാം. അതെ, ഇവരുടെ നാണമൊക്കെ നമ്മൾ ഇപ്പം മാറ്റിക്കൊടുക്കും. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി മേക്കപ്പ് കഴിഞ്ഞിട്ട് ഷൂട്ട് ഉണ്ടായിരുന്നു. മേക്കപ്പ് ചെയ്ത ചേച്ചിമാരുടെ ഹസ്ബൻഡ് തന്നെയാണ് ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ്. ഷൂട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം. ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ട്.
പോണു ശൈത്യ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് കാറിൽ കയറി ഇവന് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെ ചെന്നപ്പോ ദേ നിൽക്കുന്ന എല്ലാരും. ഇവൻ എന്റെ ബ്ലോഗിൽ അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RJ ബിൻസിയുടെ ബ്ലോഗിൽ എത്തുന്നതാണ്. ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എന്ത് വെച്ചാൽ ചെയ്തു. പക്ഷെ എന്നെ ആദ്യം ഓക്കെ നമ്മുടെ മുത്താണ് എന്തായാലും എന്റെ ബ്ലോഗിൽ വരണം എന്നുള്ള ആവശ്യം ഞാൻ സാധിച്ചു തന്നിരിക്കുന്നത്. ഇനി ഇങ്ങനെ പറയരുത്. എന്റെ ആഗ്രഹം സബലമായി. നീ ഏറലാടാ, നീ ഏറല. ഉറപ്പായിട്ട് ഇടും. ബൈ ബിന്നി എന്ന് പറഞ്ഞ് എന്താണ് ലോഞ്ച് ചെയ്യുന്നതെന്നുള്ള ഒരു ക്ലാരിറ്റി ഞാനിപ്പോൾ ഫസ്റ്റ് വരുത്താം. ഓൺലൈനായിട്ട് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ബാക്കി ഞാൻ പറയാവേ. ബിന്നിയുടെ സാരി ബ്രാൻഡിന്റെ പേര് മോഹിക്കൂ എന്നാണ്. ബിന്നി കുറേ നാൾക്ക് മുമ്പേ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു സാരി ബ്രാൻഡിന്റെ ലോഞ്ചാണ്, എല്ലാവരും എത്തണം എന്നുള്ളത്. അങ്ങനെ ബിഗ് ബോസിലെ കുറച്ച് ആളുകൾ എത്തിയിട്ടില്ല, അവർക്ക് പേഴ്സണൽ തിരക്കാണ് കേട്ടോ. ബാക്കിയുള്ള എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. മേക്കപ്പിന് വേണ്ടി നമ്മളൊരു ഹോട്ടലിലൊക്കെ പോയി അവിടെ നിന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇവന്റിന് വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഞാനും ഒനിലുമാണ് ആങ്കർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോസ് ഇതിനോടകം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടു കാണുമെന്ന് എനിക്കറിയാം. കാരണം കുറേ ഓൺലൈൻ മീഡിയാസ് അവിടെ വന്ന് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനോഗ്രേഷനൊക്കെ നന്നായിട്ട് കഴിഞ്ഞു. ഇത് നൂബിൻ്റെ മമ്മിയാണേ. ബിന്നിയുടെ മമ്മിയും അങ്കിളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ തട്ടിക്കൂട്ട് റാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. തട്ടിക്കൂട്ടെന്ന് പറയാൻ കാരണം നെവിൻ ലാസ്റ്റ് മിനിറ്റാണ് എല്ലാം സെറ്റാക്കിയത്. പക്ഷേ പരിപാടി കഴിഞ്ഞപ്പോൾ ഗംഭീരമായെന്ന് കുറേ പേര് പറഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് പോയി. ഞാൻ പൊതുവേ വെജ് പ്രിഫർ ചെയ്യുന്ന ആളാണ്. ശൈത്യ പ്യുവർലി വെജാണ്. ദേ ഇത് നമ്മുടെ അക്ബർ ഖാന്റെ വൈഫാണ് കേട്ടോ. അക്ബർ ഖാൻ വന്നില്ലെങ്കിൽ വൈഫ് വന്നിട്ടുണ്ട്. എവിടെ ഞങ്ങളുടെ അക്കു എവിടെ? ബിസി മാൻ. ഷാബുമാൻ തള്ളാണ് ഗൈസ്. ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഷാബുമാൻ മാത്രമായിരുന്നു വെറൈറ്റി ലുക്കിലുണ്ടായിരുന്നത്. സോ ഗൈസ് നമുക്ക് ഷാബുമാനത്തെ എക്സ്പീരിയൻസ് ചോദിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്കിങ്ങനെ കയ്യിലും പിന്നെ ടീഷർട്ടൊക്കെ ഇട്ടത് FC ബോയിന്റെ കുറെ ഇൻസ്പിറേഷൻ ഒക്കെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മൾ അവിയൽ എടുത്താൽ പോലും. അപ്പൊ അതുപോലെ ഒരു സംഭവം മനസ്സിലായി. ഇത് ബ്ലേസർ, ഒരു ഇൻഡോ വെസ്റ്റേൺ സംഭവം. എന്താണ് ഗൈസ് ഇവിടെ എന്താണിത്? ഇവരുടെയൊക്കെ ബ്ലോഗിൽ നോക്കിയാൽ മതി. ലക്ഷ്മി പോവാണ് ഗൈസ്. ആലപ്പി വരുമ്പോഴത്തേക്കും അങ്ങനെ ഞാൻ കരുതുക കുറവായിരുന്നു, നല്ലോണം കുറവാണ്. വീട്ടിലോട്ട് വാ. ബാബുബാനില്ലാണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തിരിക്കുകയാണ് ഗൈസ്. ബിന്നിയുടെ സാരി ഉടുത്തപ്പോഴാണ് അവർ ആകപ്പാട് ഇച്ചിരി വൃത്തി ഉണ്ടായത്. ബിന്നിയുടെ ഫോട്ടോ എടുക്കാനായിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരെ കാണിച്ചു തരാം ഗൈസ്. ഇവരാണവർ. കഷ്ടപ്പെട്ട് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച ആളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ കൊണ്ട് എന്തെങ്കിലും ശല്യം ഉണ്ടായിരുന്നോ? ഇവർ എന്റെ അടുത്ത് പറയാണ് എന്താ പറയാ, നാണം ഇടാൻ. എനിക്ക് നാണം ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. വീഡിയോ എടുത്തപ്പോഴാണ് മനസ്സിലായത് നാണം. അതുവരെ ഇങ്ങനെ അല്ലായിരുന്നു പ്രതീക്ഷ. എന്തെങ്കിലും റീൽ എഡിറ്റ് ചെയ്ത് തരത്തില്ലേ? മമ്മിക്ക് എന്താ പറയാനുണ്ട്? പറ മമ്മി. അടുത്ത പ്രാവശ്യത്തെ ബിഗ് ബോസ് 8 എന്നെ നിങ്ങൾ ക്ഷണിക്കണം. ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും. നിങ്ങൾ എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. മമ്മീനെ ശരിക്കും ബിഗ് ബോസ് എന്താന്ന് ഞാനൊന്ന് പറഞ്ഞു കൊടുത്ത് നോക്കാം. അത് കേൾക്കുമ്പോ മമ്മി പറയും ഇനി എനിക്കതിന് പോകണ്ടെന്ന്. ഇതാണ് നമ്മുടെ സാരി ഉടുപ്പിച്ച ചേച്ചി. ഇത് നമ്മൾ മേക്കപ്പ് ചെയ്ത ചേച്ചി. ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ? ഫോട്ടോഗ്രാഫർ. പക്ഷെ ഫോട്ടോ എടുക്കാൻ അറിയാം. ഫോട്ടോ എടുക്കാൻ നല്ലപോലെ അറിയാം. അത് കോപ്പി ചെയ്ത് തരാൻ പറഞ്ഞാൽ അറിയത്തില്ല. ഓക്കെ. ഈ തൊപ്പി വെച്ച മനുഷ്യൻ ആരാണ്? ഫോട്ടോഗ്രാഫർ. പിന്നീട് ഫോട്ടോഗ്രാഫർ. കോപ്പി ചെയ്യാൻ അറിയാവുന്ന ഫോട്ടോഗ്രാഫർ. അങ്ങനെ നമ്മൾ ചിരിയും കളിയും ബഹളമൊക്കെ ആയിട്ട് ശരിക്കും ഈ ദിവസം അങ്ങ് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ അതേ പയ്യെ എല്ലാവരും ബൈ പറഞ്ഞ് പോകാൻ തുടങ്ങി. ഞാൻ എന്തായാലും നല്ല ടയർഡാണ്. ലക്ഷദ്വീപിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ല ഗൈസ്. സോ എന്തായാലും ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. ഹാപ്പിലി സിംഗിൾ. ഓക്കെ, ഐ ജസ്റ്റ് നീഡ് എ മാൻ ഇൻ ബെഡ് എന്നാണ് ടബു പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ എനിക്ക് പറഞ്ഞൂടെ, അപ്പൊ ലൈക്ക് ഐ ആം സോ ഹാപ്പിലി സിംഗിൾ. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല, എന്റെ സമപ്രായക്കാർക്ക്. ഷാബുമാനെ നീ സിംഗിൾ ആണോടാ? ഞാൻ സിംഗിളാടാ. എനിക്ക് അത്ര വിശ്വാസം പോരാ നിന്നെ. നിങ്ങൾ നോക്കി ശരിക്കും റെഡി ടു മിംഗിൾ. ഓക്കെ, അതെ അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ സിംഗിൾസ് എല്ലാവരും കൂടെ നേരെ കാർ എടുത്ത് ഇവരെന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ ട്രിവാൻഡ്രത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.